ഹലോ ഫ്രണ്ട്സ്, ഇത് അടുത്തൊരു വെറൈറ്റിയാണ്. ഇന്നലെ ഞാൻ കാണിച്ചിരുന്നു. ഇത് സെറ എന്നുള്ള വെറൈറ്റിയാണ്. ഇത്രയും നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഒരേ ഒരു ബഡ്, ഒന്ന് രണ്ട് ബഡ് വന്നിട്ടുണ്ടായിരുന്നു, അതെല്ലാം വിരിഞ്ഞ് കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു ബഡ് വന്നിട്ട് നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. മഴ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് മറിഞ്ഞു പോകാതെ നിൽക്കുന്നത്. ഇത് സെറ എന്നുള്ള വെറൈറ്റിയാണ്. നല്ല പെറ്റൽസ് ഇഷ്ടം പോലെ ഉള്ള ഇതാണ്. ഞാനിന്നിപ്പം ഇന്നലെ ചെറിയ ഹോളുണ്ടായിരുന്നു, ഇന്നും ഇപ്പം ചെറിയ ഹോള് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനങ്ങ് വിരിയിച്ച് കൊടുത്തു. അപ്പോൾ ഇത്രയും പെറ്റൽസ് കണ്ട തനിയെ വിരിയുവാണെങ്കിൽ നല്ല ഭംഗിയായിരുന്നതാണ്. ഇതൊന്നും വിരിയേണ്ട സമയമായിട്ടില്ല ഇവിടെയൊന്നും. അത്രയ്ക്കും അടങ്ങിയ പെറ്റൽസാണ് ഇതിനകത്ത് ഉള്ളത്. വേറെ ബഡൊന്നും വന്നിട്ടില്ല കേട്ടോ. മഴയും കൂടെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം ബഡുകൾ വന്നിട്ടും കരിഞ്ഞും പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ സെറയെ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. ഇതിൻ്റെയൊക്കെ ട്യൂബേഴ്സ് ആവുന്ന സമയത്ത് നിങ്ങളിതെല്ലാം വാങ്ങി വയ്ക്കണം. അപ്പം നമുക്ക് എന്തായാലും വാങ്ങി വെച്ചാൽ നമ്മുടെ പൂന്തോട്ടം നിറയെ പൂക്കൾ കൊണ്ട് നിറയും. നമുക്ക് താമരയൊക്കെ ഒരു വല്ലാത്തൊരു സ്വപ്നമല്ലേ. മറ്റുള്ള ചെടികളെ പോലെ അല്ലല്ലോ താമര എന്നുള്ളത്. അപ്പം നമ്മുടെ വീട്ടിലും ഒന്ന് രണ്ട് താമരയൊക്കെ വിരിയുന്നത് നമുക്ക് അത്രയ്ക്കും നല്ല മനസ്സിനൊരു സുഖമല്ലേ, മനസ്സിനൊരു സന്തോഷമല്ലേ ഇതൊക്കെ വിരിയുന്നതും. നമുക്കിതിൽ നിന്നും രണ്ട് പൂ കൊണ്ടുവന്ന് അമ്പലത്തിലോ എവിടെ കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാനും എല്ലാം നല്ലതല്ലേ. നമുക്ക് ഇഷ്ടം പോലെ ഫ്ലവറും കിട്ടും. അല്പം ഒരു ഇത് നോക്കിയാൽ മതി. മറ്റുള്ള ചെടികളെക്കാട്ടിലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എളുപ്പമാണ്. വെള്ളം തന്നെയും മഴയത്ത് നിറഞ്ഞ് കിടപ്പുണ്ട്. നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ തന്നെ 2 ദിവസമോ 3 ദിവസമോ എവിടെ വേണോ നമുക്ക് ടൂർ പോവുകയോ എന്ത് വേണോ ചെയ്യാം. താമരയ്ക്ക് അങ്ങനെ ഒരു ഉപയോഗമുണ്ട് കേട്ടോ. മറ്റുള്ള ചെടികളാണെങ്കിൽ നമുക്ക് അതങ്ങ് ഒരു ദിവസം പോലും ആളില്ലെങ്കിൽ പോലും അത് ചീത്തയായി പോകും, അങ്ങ് വാടി അങ്ങ് കരിഞ്ഞു പോകും. ഇപ്പോഴത്തെ വെയിലിൽ അങ്ങ് കരിഞ്ഞു പോകും. മഴ പെയ്തിട്ടും കാര്യമില്ല, അങ്ങ് കരിഞ്ഞു പോകും. അപ്പം നമുക്ക് താമര മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇതും കൂടെ അങ്ങ് കാണിക്കുക. ഇന്നലെ വിരിയാറായി നിന്ന് നമ്മുടെ എംബാബയാണ്. അതിനെ നമുക്കൊന്ന് വിരിയിച്ച് കൊടുക്കാം. അപ്പോൾ എംബാബയും നല്ല പക്കാ ട്രോപ്പിക്കലാണ്. ഇഷ്ടംപോലെ ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ്. ഞാൻ ചെറിയ ടബിലാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് തന്നെ ഒരു 10 പൂവിൽ കൂടുതൽ ഇപ്പം തന്നെ കിട്ടിയെന്നാണ് തോന്നുന്നത്. ഇത് എംബാബെ ഒരു കളർ ചേഞ്ചാണ് കേട്ടോ. ഇതിന് പച്ചയും ഒരു വെള്ളയല്ല മഞ്ഞയും അല്ലാത്തൊരു കളറും പച്ച കളറും എല്ലാം കൂടെ പിങ്കും എല്ലാം കൂടെ കലർന്ന ഒരു കളറാണ് നമ്മുടെ എംബാബയുടേത്. എംബാബ ഇഷ്ടം പോലെ ബഡ് തന്നതാണ്. ഇതെല്ലാം ബഡ് വന്ന് പോയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഡോർമൻസി ആകുമെന്ന് വിചാരിച്ചതാണ്. ഇനിയും സ്റ്റാൻഡിങ് ലീഫ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇനിയും ഫ്ലവർ വരുമെന്ന് തന്നെ വിശ്വസിക്കുന്നത്. നല്ല വെറൈറ്റിയാണ്. എല്ലാവരും വാങ്ങി വയ്ക്കണം. നമുക്ക് പിങ്ക് ക്ലൗഡിൻ്റെ അത്രയോ അല്ല, പിങ്ക് ക്ലൗഡിനെക്കാട്ടി ഇച്ചിരി നല്ല ഭംഗിയുണ്ട്. കളറ് കോമ്പിനേഷൻ കുറച്ചുകൂടെ നല്ല ഒരു ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ കണ്ടിട്ട് പോയതാണ് ഇത് ലോലോയും പക്കാ ട്രോപ്പിക്കൽ തന്നെയാണ്. അതിനെയും കൂടെ നമുക്കൊന്ന് വിരിയിച്ച് കൊടുക്കാം അല്ലേ, നാളത്തേക്ക് ആക്കണ്ട. ഇതും ഇഷ്ടംപോലെ ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് പൂക്കില്ല എന്ന് വിചാരിച്ചതാണ് ലോലോ. ഇവിടത്തേതല്ല, ഇത് പുറത്തുനിന്നുള്ള ആ ഒരു താമരയാണ്. കണ്ട, അതൊരു പ്രത്യേകതയാണ്. വൈറ്റും പിങ്കും പിന്നെ അതിൻ്റെ സീഡ് പോഡ് കണ്ട, എന്ത് ഭംഗി നോക്കിക്കേ. കണ്ട, പച്ചയും അതിൻ്റെ കുറേ അല്ലികൾ അടുക്കി വെച്ചേക്കും പോലെയും കണ്ട. അതിൻ്റെ ഏത് അല്പം ചെറിയ ഫ്ലവറായി പോയോ എന്നൊരു സംശയമുണ്ട്. ഞാൻ വിചാരിച്ചു ഡോർമൻസി ആകുമെന്ന്. അതിനുശേഷം തന്നെ അവിടെ ഒരു ബഡ് അടുത്തതും വന്നിട്ടുണ്ട്. ഒരു ബഡ് വന്നിട്ട് വീണ്ടും കരിഞ്ഞു പോയിട്ടുണ്ട്. മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും. കണ്ട, ലോലോയും നല്ലൊരു താമരയാണ്. ഇതിൻ്റെയൊക്കെ ട്യൂബേഴ്സ് കിട്ടുമെന്ന് തന്നെ അറിയില്ല. ട്യൂബേഴ്സ് കിട്ടുവാണെങ്കിൽ ഞാൻ സെയിലിന് ഇടുന്നതായിരിക്കും. എല്ലാവരും വാങ്ങണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഹരിത, ഇതെല്ലാം പുതിയ വെറൈറ്റിയാണ് കേട്ടോ. ഞാൻ ഈ പുതിയ വെറൈറ്റീസൊക്കെ വരുന്നതെല്ലാം വാങ്ങി വയ്ക്കാറുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്താമല്ലോ. പുതിയ ട്യൂബേഴ്സൊക്കെ വരുന്ന സമയത്ത് വാങ്ങുവാണെങ്കിൽ നമ്മൾ ഈ 150 രൂപയ്ക്കല്ല കേട്ടോ വാങ്ങുന്നത്. 1000, 1500, 2000 രൂപയ്ക്കൊക്കെയാണ് ഒരു ട്യൂബറും അല്ല റണ്ണറ് വാങ്ങി വയ്ക്കുന്നത്. ഹരിതയും നല്ല ഭംഗിയാണ് കേട്ടോ. അകത്ത് പച്ചയും മഞ്ഞയും വെള്ളയും എല്ലാം കൂടെ കലർന്ന ഒരു ഇതാണ്. ഇതിൽ വേറൊരു ലീഫും ഇല്ല. ഇവിടെ ഒരു കണ്ട, ഞാൻ ഡോർമൻസി ആകാറായി എന്ന് പറയാനായിട്ട് വന്നപ്പോഴാണ് ഒരു ചെറിയ ബഡ് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതിൽ ലീഫും ഇല്ല. ഞാനെല്ലാം കട്ട് ചെയ്തൊക്കെ കളഞ്ഞായിരുന്നു വാടിപ്പോയത് കൊണ്ടൊക്കെ. ഇതാണ്. ഇതിപ്പോൾ ചെറിയ ഫ്ലവറാണ് കേട്ടോ. ഹരിത ഒക്കെ ചെറുതാണെങ്കിലും ആൾ ക്യൂട്ടാണ്.
അപ്പം ഹരിതയുടെയും ട്യൂബേഴ്സ് ആവുകയാണെങ്കിൽ ഞാൻ സെയിലിന് ഇടുന്നതായിരിക്കും. എല്ലാവരും വാങ്ങി വെച്ചോളണം കേട്ടോ. എല്ലാവരും കളക്ഷനിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊള്ളണം. നമുക്ക് ഇഷ്ടം പോലെ ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ്. പിന്നെ എൻ്റെ ഈ കൊച്ചു വീഡിയോയും എൻ്റെ കൊച്ചു ഗാർഡനും എല്ലാം ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ എല്ലാവർക്കും പായലിൻ്റെ പ്രശ്നം ഉണ്ടാവുമോ? എനിക്കിതാ പായലിൻ്റെ പ്രശ്നമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ തന്നെ ഒത്തിരി ട്യൂബേഴ്സ് എല്ലാം അഴുകിപ്പോയി. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ നമ്മളും കൂടെ അനുഭവിച്ചല്ലേ തീരുള്ളൂ. അപ്പം പോകുന്നതൊക്കെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് അടുത്തത് വീണ്ടും ആ മണ്ണും ഇതെല്ലാം കളഞ്ഞിട്ടാണ് സെറ്റ് ചെയ്ത് വീണ്ടും വയ്ക്കുന്നത്. അപ്പം ഈ ഒരു മഴക്കാലം കഴിയുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ കുട്ടി ഗാർഡനും എല്ലാം ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും എനിക്ക് മുന്നോട്ട് ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.